ഇൻസ്റ്റഗ്രാമിൻ്റെ സബ്സ്ക്രിപ്ഷൻ മോഡൽ യൂസ് ചെയ്ത് കുറച്ചൊക്കെ എക്സ്പോസ് ചെയ്ത് കുറച്ചൊക്കെ സെക്സി ആയിട്ട് ഡ്രസ്സ് ചെയ്ത് മാസം 60-70 ലക്ഷം രൂപയൊക്കെ സമ്പാദിക്കുന്ന സ്ത്രീകൾ. ഇതാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ ആണുങ്ങളുടെ ഒരു പ്രശ്നം. ദൈവമേ, എന്തുകൊണ്ട് നീ ഇത്രയും പാർഷ്യാലിറ്റി കാണിക്കുന്നു? ഇത്രയും വിലയുള്ള അവയവങ്ങൾ എന്തുകൊണ്ട് ദൈവമേ നിങ്ങൾ പെണ്ണുങ്ങൾക്ക് മാത്രം കൊടുത്തു? ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇതൊന്നും തന്നില്ല? അപ്പം ഞങ്ങൾക്കും കുറച്ച് കാശുണ്ടാക്കാമായിരുന്നല്ലോ എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ആണുങ്ങളിപ്പം ട്രോൾസ് വഴിയും ഇൻസ്റ്റാഗ്രാം വീഡിയോസൊക്കെ വഴിയും ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് വേറൊരു ചോദ്യം ചോദിക്കാനുണ്ട്. സണ്ണി ലിയോൺ അഥവാ സണ്ണി ചേച്ചി, ഈ പേര് പറയുമ്പോൾ തന്നെ കേരളത്തിലെ ആൾക്കാരുടെ ഡയലോഗ് സണ്ണി ചേച്ചി ഉയരെന്നാണ്. അതെ, സണ്ണി ചേച്ചി എവിടെ നാട്ടിൽ വന്നാലും ഭയങ്കര ജനത്തിരക്കാണ്. അപ്പോൾ എനിക്ക് ഈ ആരാധകരോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: സണ്ണി ചേച്ചിയുടെ ഏത് സിനിമയിലെ ഏത് അഭിനയ മുഹൂർത്തം കണ്ടിട്ടാണ് നിങ്ങൾക്ക് ഇത്രയധികം ആരാധന സണ്ണി ലിയോണിയോട് തോന്നിയത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സണ്ണി ലിയോണിയോട് ഒരു 5 സിനിമ ലിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇനാഗുറേഷന് മാത്രം കണ്ടുവരുന്ന കുറച്ച് നടിമാരുണ്ട്. ഇവരെവിടെ പോയി ഏത് പരിപാടിക്ക് പോയാലും വൻ ജനത്തിരക്കാണ്. ഇത്രയധികം ആൾക്കാർക്ക് ഇവരോട് ആരാധന ജനിപ്പിക്കാൻ വേണ്ടി ഏത് സിനിമയാണ് ഇവർ ചെയ്തിട്ടുള്ളത്? അപ്പോൾ സിനിമയോ അഭിനയോ ഒന്നും അല്ല ഇതിൻ്റെ ഫാക്ടർ. ചുരുക്കി പറഞ്ഞാൽ സണ്ണി ലിയോണി ആയാലും ഇനാഗുറേഷൻ സ്റ്റാർസ് ആയാലും നമ്മുടെ നാട്ടിലെ സബ്സ്ക്രിപ്ഷൻ മോഡൽ യൂസ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന സ്ത്രീകളായാലും ഇവരെല്ലാവരും മോർ ഓർ ലെസ് ഒരേ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെയാണ് ഈ പൈസ ഉണ്ടാക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടായിരിക്കും കുറച്ച് ഗ്ലാമറുള്ള ഫീൽഡിൽ നിന്ന് വന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഗ്ലാമറുള്ള സ്ഥലത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അവരോട് നമുക്ക് ഓക്കെയാണ്, അവർ നമുക്ക് ഉയരാണ്, അവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ആ ഗ്ലാമർ ഇല്ലാത്തയിടത്ത് നിൽക്കുന്ന സ്ത്രീകളോട് നമുക്ക് പുച്ഛവും, ഇവരിതൊക്കെ ചെയ്ത് ഇത്ര കാശുണ്ടാക്കുന്നു എന്നുള്ളൊരു മനോഭാവം. ശരിക്കും പറഞ്ഞാൽ ഒരേ കാര്യം ചെയ്ത് കാശുണ്ടാക്കുന്ന ആൾക്കാരോട് നമുക്ക് ഒരേ സമീപനമല്ലേ ഉണ്ടാവേണ്ടത്? ഇത് ജെന്യൂനായിട്ട് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയൊരു ചോദ്യമാണ്. എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം? എനിക്ക് ശരിക്കും അത് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഒന്ന് കമൻറ്റ് ചെയ്യും.